ഹായ്, ഇന്നത്തെ എൻ്റെ യാത്ര ഇസ്കാൻ ടെമ്പിളിലേക്കാണ്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ കേട്ടോ. ഊബർ ബുക്ക് ചെയ്തിട്ട് പോകാൻ നോക്കുകയാണ്. ഊബർ ബുക്ക് ചെയ്ത് വന്ന് അതിനകത്ത് കയറിയിരിക്കുക. ഊബറിൽ യാത്ര പോവുക കേട്ടോ. എന്തായാലും ഞാനിവിടെ എത്തിയിരുന്നു കേട്ടോ, ഇസ്കാൻ ടെമ്പിളിൽ. ഇതാണ് ഇസ്കാൻ ടെമ്പിൾ. ഇസ്കാൻ ടെമ്പിളിൻ്റെ പ്രവേശന കവാടം. അവിടെയുള്ള കൃഷ്ണ വിഗ്രഹം അതൊക്കെ തന്നെ പൂക്കൾ വെച്ചിട്ട് ഇരിക്കുന്നുണ്ട്. ഇത് അകത്തേക്ക് കയറുക കേട്ടോ. ഇവിടെ ചെക്കിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മൾ ദേഹമെല്ലാം പരിശോധിച്ചിട്ടല്ലേ നമ്മൾ അകത്ത് കയറ്റുള്ളൂ. അപ്പോൾ അകത്ത് കയറിയിട്ട് നമ്മളെ ചെരുപ്പൊക്കെ വെക്കാനുള്ള സ്ഥലമുണ്ട്. അവർ പൈസയൊന്നും കൊടുക്കണ്ട, അവർ ചെരുപ്പ് സൂക്ഷിക്കും. ഞാനോർത്ത് പൈസ കൊടുക്കണമെന്ന് കേട്ടോ, പൈസയൊന്നും കൊടുക്കണ്ട. ഇതാണ് അമ്പലത്തിലേക്ക് കയറി പോവുകയാണ്. കുറേ നടകൾ കയറിയിട്ട് വേണം അമ്പലത്തിലേക്ക് എത്താൻ. നല്ല രസത്തിൽ പണി തീർത്ത ഒരു അമ്പലം, നല്ല രസമുണ്ട്. കയറി ചെല്ലുമ്പം തന്നെ ഒരു ഹനുമാൻ്റെ വിഗ്രഹമാണ് കേട്ടോ. അമ്പലത്തിലെ പ്രവേശന കവാടമാണ്. എല്ലാവരും പ്രാർത്ഥിച്ച് കയറാണ്. ഇതാണ് അമ്പലത്തിൻ്റെ അകം. അവിടെ റൈറ്റ് സൈഡിൽ കുറേ പൂക്കാരികളെല്ലാം ഉണ്ട്. ഇന്ന് തിരക്ക് കുറവാണ്, തിരക്കേ ഇല്ല, ആളുകളേ ഇല്ല, കുറവാണ്. ഇതാണ് മെയിൻ വിഗ്രഹം. അമ്പലത്തിൽ പൂജാരിൻ്റെ അടുത്ത് നിന്ന് എനിക്ക് അനുഗ്രഹമൊക്കെ കിട്ടി കേട്ടോ. പക്ഷെ അതൊന്നും വീഡിയോ എടുത്ത് തരാനൊന്നും ആളില്ലാത്തത് കൊണ്ട് അതങ്ങനെ ആയിപ്പോയി. ഓക്കെ, നമ്മൾ അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന തീർത്ഥം പോലത്തെ ഒരു സാധനമാണ്. ക്ഷീണം മധുരവും പുളിയൊക്കെ ചേർന്നൊരു സാധനം. ആ ചെക്കനെ ബുക്ക് വാങ്ങാൻ വിളിക്കാം. ഞാൻ വാങ്ങിയൊന്നുമില്ല. ഇതിലെ കയറിയ അമ്പലത്തിൻ്റെ അപ്പുറത്തെ വശത്തേക്ക് കിടക്കാം. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. ഈ അമ്പലത്തിലേക്ക് വരാൻ കഴിഞ്ഞാൽ ഞാൻ വളരെ ഹാപ്പിയാണ്. ഒരു വീട്ടമ്മയായി എനിക്ക് ഒറ്റയ്ക്ക് ഇവിടെ വരെ എത്തിച്ചേരാൻ കഴിഞ്ഞത് ഒരുപക്ഷെ ഇപ്പോഴത്തെ ആധുനിക സൗകര്യങ്ങളായിരിക്കാം.
ഊബർ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എവിടെയാണോ ഇറങ്ങേണ്ടത് അവിടെ കൊണ്ട് ഇറക്കി തരും, നമുക്കൊന്നും അറിയണ്ട. ഇനിയിപ്പോൾ എന്തെങ്കിലും പേടി ഉണ്ടെങ്കിൽ നമ്മൾ ആ ഊബർ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ആ ട്രിപ്പ് നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അവർക്ക് കാണാം നമ്മളെ വാഹനം ഇങ്ങനെ പോകുന്നത് അവർക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് പേടിക്കാണ്ട് യാത്ര ചെയ്യാം. എന്നാലും ഡൽഹിയാണ്, കുറച്ച് ജാഗ്രതയിലിരിക്കേണ്ടതുമുണ്ട്. ഓക്കെ, എന്നാലും സന്തോഷവതിയാണ്. ഈ അമ്പലം കാണാൻ കഴിഞ്ഞാൽ വളരെ ഹാപ്പിയാണ്. ഇത് അമ്പലത്തിൻ്റെ വേറൊരു വശമാണ്. മനോഹരമായി പണിതീർത്ത അമ്പലത്തിൻ്റെ ദൂരക്കാഴ്ച. അവിടുന്ന് കുറച്ച് സെൽഫിയെല്ലാം എടുത്ത് കാളിയമർദ്ദനത്തിൻ്റെ വിഗ്രഹമാണ് ആ കാണുന്നത്. നല്ല രസത്തിൽ പണി തീർത്തിരിക്കുകയാണ്. വളരെ ഭംഗിയുണ്ട് കാണാൻ. ഗോവിന്ദാസ് എന്ന് പറയുന്ന ഒരു വെജ് റെസ്റ്റോറൻ്റാണ്. ഇത് 12:30 മുതലേ തുറക്കുള്ളൂ കേട്ടോ. അങ്ങനെ ക്ഷേത്ര ദർശനമെല്ലാം കഴിഞ്ഞ് ഞാൻ ഊബറിൽ കയറി തിരിച്ച് വീട്ടിലേക്ക് യാത്ര തുടങ്ങി. ആക്ച്വലി ഞാനിതിന് കൃഷ്ണ ഫ്ലൂട്ടിൻ്റെ മ്യൂസിക് ഇട്ടതാണ്, പക്ഷേ അവരത് കോപ്പി റൈറ്റ് ആക്കി. അതുകൊണ്ട് ഞാൻ മ്യൂസിക് മാറ്റിയത്. ക്ഷേത്ര ദർശനമെല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തി കേട്ടോ. ഇനിയിപ്പം ലിഫ്റ്റ് കടായതുകൊണ്ട് സ്റ്റെപ്പ് കയറി പോകണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ സമാപിക്കുകയാണ്. ബായ്.